is shaped not only by vision, but by those who guide it with care and conviction. On this special occasion, I have the honor of inviting the General Secretary in charge, Aziz Master, to address the gathering. A well-known public figure, a committed social activist, and a respectful leader of Koilandi. He has been one of the leading forces behind the steady growth of ICS school. His thoughtful guidance in both scholastic and non-scholastic areas has played a vital role in shaping the institution. Alhamdulillahi Rabbil Alamin. Salatu wassalamu ala ashrafil makhlukin wa ala alihi wa sahbihi ajma'in amma ba'd. ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലും ഈ ചടങ്ങിലുമുള്ള ബഹുമാന്യരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയത് അള്ളാഹു ഒരു സ്വാലിഹായ അമലായി നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെയും നമ്മുടെ മനസ്സാഗ്രഹിക്കുന്നത് പോലെ ഖുർറത്ത് അയ്യുനിൻ, കൺകുളിർമയുള്ളവരായി, റബ്ബന ലലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതലകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് പറഞ്ഞ് നമ്മളെല്ലാ ദ്വാരക്കുന്നത് പോലെ നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ മക്കളൊക്കെയും ഖുർറത്ത് അയ്യുനിനായി മാറാൻ, കൺകുളിർമയുള്ളവരായി മാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മലമൂത്ര വിസർജനം എവിടെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു സമയത്ത് നമ്മുടെ ക്ലാസ് മുറിയിലേക്ക് എത്തിച്ചേർന്ന് ഇനി ഇൻഷാ അല്ലാഹ് അവർ അത്യുന്നതങ്ങളിലേക്ക് വളർന്നു. ഇന്ന് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച ഒരുപാട് കുട്ടികൾ ലോകത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ നക്ഷത്ര ശോഭയോടെ ജീവിക്കുന്നത് കാണുമ്പോൾ, നമ്മുടെ സ്ഥാപനത്തിലെ അലുമിനിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇടപെടുമ്പോഴൊക്കെ നമ്മളേറെ അഭിമാനത്തോടുകൂടി പറയാറുണ്ട്, പൂർവികർ കണ്ട സ്വപ്നം അത് മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസമാണ്. ആ മത സമന്വയ വിദ്യാഭ്യാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കലാകായിക ഭൂപടത്തിൽ, കേരളത്തിൻ്റെ കലാകായിക ഭൂപടത്തിൽ കടന്ന് വന്നുകൊണ്ട് അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും സൂചിപ്പിക്കാറുള്ളത് നമ്മുടെ ആ സറൗണ്ട്സാണ്, അതിൻ്റെ ഒരു അച്ചടക്കമാണ്. വളരെ സ്നേഹത്തോടെ കരുതലോടെയുള്ള നമ്മുടെ ഒരു ടീച്ചേഴ്സിൻ്റെ ഇടപെടലാണ്. നേതൃപരമായ പങ്ക് വഹിക്കുന്ന ഷമീം അലി മാഷ്, ഇപ്പോൾ ഷമീം അലി മാഷാണ് നമ്മുടെ പ്രിൻസിപ്പളായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഡേ ബൈ ഡേ പരിപാടികൾ ഉൾപ്പെടെ തുടങ്ങി വെക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി ആ സമൂഹത്തിന് സമർപ്പിക്കാൻ വേണ്ടി വളരെയേറെ കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയാണ്. ഇതിനൊക്കെ നേതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട CEO ജിംഷാദ് മാഷയുടെ സജീവമായ ഇടപെടൽ കൂടി ആകുമ്പോൾ മാനേജ്മെൻറ്റ് ടീം എല്ലാ സമയങ്ങളിലും സദാസമയങ്ങളിലും ജാഗരൂകരായിട്ടുണ്ട്. തീർച്ചയായിട്ടും സംസാരത്തിന് പ്രാധാന്യമില്ലാത്തൊരു സമയമാണ്. നമ്മുടെ മക്കളിങ്ങനെ വളർച്ചയുടെ ഉയർച്ചയുടെ പടവുകൾ താണ്ടുന്നത് കാണാൻ നമ്മൾ വളരെ കഷ്ടപ്പെട്ടു, വളരെ പ്രയാസപ്പെട്ടു. പ്രത്യേകിച്ചൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ ആകുലതയിലും വ്യാകുലതയിലാണ്. നമ്മുടെയൊക്കെ വീടകങ്ങളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നമ്മുടെ ഭർത്താക്കന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, നമ്മുടെ ഉറ്റവർ ഉടയവരൊക്കെ വിദേശ രാജ്യങ്ങളിലാണുള്ളത്. നമ്മളൊക്കെ മനമുരുകി പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് ആ യുദ്ധം അവസാനിച്ച് ലോകത്ത് സമാധാനം നിലനിൽക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം എൻ്റെ മകനുണ്ട് വിദേശത്ത്, എൻ്റെ ഒരുപാട് ബന്ധുമിത്രാദികളുണ്ട്, സൗഹൃദങ്ങളുണ്ട്. എപ്പോഴും അവരെങ്ങനെ വിളിച്ചു ചോദിക്കുകയാണ്, മിസൈലുകളും ചീറിപ്പാഴുമ്പോൾ, അവിടെ ഒരുപാട് അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ മനമുരുകി പ്രാർത്ഥിക്കാം. നമുക്കതാണല്ലോ ചെയ്യാനുള്ളത്. ഈ മക്കളെയൊക്കെ കാണാതെ, ഈ മക്കളെ ഒന്ന് കേൾക്കാൻ കഴിയാതെയൊക്കെ വർഷങ്ങളായിട്ട് ഗൾഫിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ വളരെയേറെ ടെൻഷനിലാണ്. ആ ആളുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരുപാട് പ്രയാസപ്പെട്ട് കൈപിടിച്ച് നമ്മൾ നടത്തിക്കൊണ്ടുവരുന്ന മക്കൾ അവരവരുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ, നമ്മുടെ മരണത്തിന് ശേഷവും ജീവിതാവസാനം വരെ നമ്മുടെ കൈപിടിച്ച്, ഇന്ന് നമ്മൾ അവരുടെ കൈപിടിച്ച് സ്ഥാപനങ്ങളിലേക്ക് വരുന്നത് പോലെ, നമ്മൾ അവരുടെ കൈപിടിച്ച് എല്ലാ ഇടങ്ങളിലേക്കും കൊണ്ടുപോകുന്നത് പോലെ നമ്മളിങ്ങനെ നടക്കാൻ കഴിയാതെ പ്രായാധിക്യത്താൽ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൈപിടിച്ച് നടത്തുന്ന നല്ല മക്കളായി തീരാൻ പടച്ചവൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ ഖബറിന് സമീപം വന്നുകൊണ്ട്, ഖബറിനരികെ വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ അബി, അസ്സലാമു അലൈക്കും യാ ഉമ്മി എന്ന് പറയുന്ന പ്രിയപ്പെട്ട മക്കളായി നമ്മുടെ മക്കൾ തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർണ്ണാഭമായ, പ്രൗഢമായ, ഉജ്ജ്വലമായ ചടങ്ങിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.